ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ വലിയ കടുത്ത ചൂഷണം നടക്കുന്ന കാലമാണ്. അതായത് ഔട്ട് പേഷ്യൻ്റ്, അതായത് നമുക്ക് വലിയ അസുഖമൊന്നുമില്ലാതെ പോകുന്ന ആൾക്കാരെ ഇൻപേഷ്യൻ്റാക്കി കിടത്തി ചികിത്സ നൽകി പണം തട്ടിയെടുക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻപേഷ്യൻ്റായ ആളുകൾക്ക് സർജറി ഒരിക്കലും ആവശ്യമില്ലാത്ത കേസിൽ സർജറി ചെയ്യുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു സർക്കാർ ഡോക്ടറുടെ ഉപദേശം തേടുകയാണ് സർജറിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലത്. അപ്പോൾ നിയമപരമായിട്ട് സർക്കാർ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്താ വഴി? ആകെയുള്ളൊരു വഴി ക്ലിനിക്കുകൾ ഉണ്ടാക്കുക. മെഡിക്കൽ കോളേജുകളിലും അതേപോലെ ജനറൽ ഹോസ്പിറ്റലുകളിലും ഒക്കെ തന്നെ ക്ലിനിക്കുകൾ ഉണ്ടാക്കുക. ചെറിയ പൈസ കൊടുത്താൽ നമുക്ക് ഡോക്ടറെ കാണാം. അവരുടെ പതിവ് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം 4 മണി മുതൽ അവർക്കും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇൻസെൻറ്റീവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനും സന്തോഷമാകും. പക്ഷേ അത് ചെയ്യാനുള്ള ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് അൺപോപ്പുലർ ആകില്ലേ, ജനസമ്മതി പോകില്ലേ എന്നൊക്കെ കരുതാൻ പാടില്ല. കാരണം സ്വകാര്യ ആശുപത്രികളിൽ നാട്ടുകാരെ പിടുങ്ങുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടിയിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില കടുത്ത തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം. തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. പുതിയ കാലത്ത് പുതിയ പരീക്ഷണങ്ങൾ പുതിയ രീതിയിൽ ചെയ്യാൻ നമ്മൾ കരുത്ത് കാണിക്കണം. അല്ലെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭരണത്തിൽ കയറിയിട്ട് ജനങ്ങൾക്കത് ഫീൽ ചെയ്തില്ലല്ലോ സാറേ.